യേശുവിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ 11 മുതലുള്ള തിരുവചന ഭാഗത്ത് നമ്മളൊരു കൊച്ചു സംഭവം കാണുന്നു. നായിമിലെ വിധവയായ സഹോദരി തൻ്റെ ഏക മകനെ ഒരുപാട് സ്നേഹിച്ച് വളർത്തിയിട്ടുണ്ടാവും. തീർച്ചയായും അവൻ യുവാവായിരിക്കെ പെട്ടെന്ന് മരിച്ചപ്പം ഈ അമ്മ വിധവയായി സഹോദരി ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. കാരണം ഏക ആശ്രയം ഇവനാണ് ഇനി ജീവിതത്തെ, കുടുംബത്തെ ഭംഗിയായിട്ട് കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ മകനിലായിരുന്നു ശ്രദ്ധ മുഴുവൻ. ഒരു യുവാവായിരിക്കുന്ന പ്രായം, ആ സമയത്തൊക്കെ ഒരു മകൻ നഷ്ടപ്പെടുക ഏതൊരമ്മയ്ക്കും താങ്ങാൻ പറ്റുകയില്ല. ഏതൊരമ്മയാണെങ്കിലും വിഷമിച്ചു പോവും. ഈ സഹോദരിയും വല്ലാണ്ട് വേദനിച്ചിട്ടുണ്ട്, വല്ലാണ്ട് തളർന്നിട്ടുണ്ട്. മൃതസംസ്കാര ശുശ്രൂഷ നടക്കുകയാണ്. അതിനായിട്ട് ഈ മകൻ്റെ മൃതശരീരവും വഹിച്ചുകൊണ്ട് പോകുന്ന വിലാപയാത്ര പോകുന്ന സമയം, അപ്പോഴാണ് ഈശോ ഈ ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വരിക. ഈശോ ഈ സഹോദരിയെ കണ്ടപ്പം ഈശോയുടെ മനസ്സ് വല്ലാതെ അങ്ങ് അലിവ് തോന്നുകയാണ്, അനുകമ്പ തോന്നുകയാണ്. ഈ സഹോദരിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു. കാരണം ഈ സഹോദരി വല്ലാതെ കരയാണ്, കരച്ചിൽ നിർത്താനേ പറ്റുന്നില്ല. ഈശോ ചെന്നിട്ട് പറഞ്ഞു, കരയണ്ട, കരയണ്ട. അധികമൊന്നും ഈശോ പറഞ്ഞില്ല, അധികം വാക്കുകളുടെ പ്രയോഗങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല. പക്ഷെ ഈശോ ഈ മകളെ നോക്കിയിട്ട് പറയാണ്, കരയണ്ട. സത്യത്തിൽ ഈശോ ഓർത്തിട്ടുണ്ടാവും, തൻ്റെ അമ്മ നസ്രത്തിൽ ഒരു വീട്ടിലിരുന്ന് തനിച്ച്, ഔസപിതാവ് മരിച്ചിട്ടുണ്ട്, അമ്മ തന്നെയുള്ളൂ, അമ്മ തന്നെ അവിടെ ഇരുന്ന് വസ്ത്രം തുന്നുന്ന രംഗം ഈശോയുടെ മനസ്സിലേക്ക് ഓർമ്മ വന്നിട്ടുണ്ടാവും. മരിച്ചു കിടക്കുന്ന യുവാവ്, തനിക്ക് തന്നെ സമനായിട്ടൊരു മകൻ, ഈശോ അതൊക്കെ മനസ്സിൽ പെട്ടെന്ന് കണ്ടിട്ടുണ്ടാവണം. അതുകൊണ്ടാകണം ആ സഹോദരിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞത്, കരയണ്ട, കരയണ്ട. ആ സഹോദരി ഓർത്തിട്ടുണ്ടാവും, ഇതെന്താ ഇങ്ങനെ പറയണത്? മകൻ മരിച്ചിട്ട് അവൻ ഏതാനും നിമിഷങ്ങൾ കൂടി ഇനി കാണാൻ പറ്റുള്ളൂ, അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ ഇവനെ കാണാൻ പോലും പറ്റുകയില്ല. ഈ ഭൂമിയിൽ നിന്ന് എന്നേക്കുമായിട്ട് യാത്ര പറയാൻ വേദന കൊണ്ട് ചങ്കുമുട്ടുകയാണ്. അത്രയും ഒരു സങ്കടത്തിൻ്റെ സമയമാണ്. കരയണ്ട. ഈശോ അത് കഴിഞ്ഞിട്ട് ആ ശവമഞ്ചത്തിലൊന്ന് തൊടുകയാണ്. യുവാവേ, എഴുന്നേൽക്ക്. ഈശോ മരിച്ചുപോയ ആ മകന് ജീവൻ കൊടുക്കുകയാണ്. അവൻ എഴുന്നേറ്റിരുന്നു, വർത്തമാനമൊക്കെ പറയാൻ തുടങ്ങി, അവൻ ചിരിക്കാനും കളിക്കാനും തുടങ്ങി. ഉടനെ ഈ അമ്മയുടെ കയ്യിൽ ഈ മകനെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഈശോ ഈ അമ്മയുടെ കയ്യിലേക്ക് മകനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഇനി കരയണ്ട കേട്ടോ, ഇനി കരയരുത്, നീ കരഞ്ഞിടത്തോളം മതി, ഒരുപാട് നീ കരഞ്ഞിട്ടുണ്ട്, നിന്റെ ജീവിതത്തിൽ ഇന്നോളം നിനക്ക് കണ്ണുനീരേ ഉണ്ടായിട്ടുള്ളൂ, നീ കരഞ്ഞിട്ടുണ്ട്. ഭർത്താവിനെ ഓർത്ത്, മകനെ ഓർത്ത്, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ അന്തരീക്ഷം ഓർത്തിട്ടൊക്കെ നീ കരഞ്ഞിട്ടുണ്ട്, ഇനി നീ കരയണ്ട. പല അർത്ഥങ്ങളുണ്ട് ആ ഒരൊറ്റ വാക്കിൽ. മോളെ, നീ കരയണ്ട എന്ന് ഈശോ പറഞ്ഞപ്പോൾ ഒരു വലിയ സന്ദേശം കൂടെ അതിലുണ്ട്. കാരണം നിന്റെ കണ്ണുനീര് നിന്റെ സങ്കടത്തെ ഓർത്താകല്ല, നിന്റെ കൊച്ചു കൊച്ചു നൊമ്പരങ്ങൾ ഓർത്തിട്ടാകരുത് നിന്റെ കണ്ണുനീര്. മകനെ ഓർത്ത്, ഭർത്താവിനെ ഓർത്ത്, അതായിരുന്നു നിന്റെ ഇത്രയും നാളത്തെ കണ്ണുനീരിൻ്റെ ഒക്കെ കാരണം. ആഗ്രഹങ്ങൾ നടക്കാതെ പോയി, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു രോഗം വന്നു, അല്ലെങ്കിൽ അല്പം പോലും ഒരു സാമ്പത്തിക വളർച്ചയില്ല, അഭിവൃദ്ധിയില്ല, എന്നും നഷ്ടം തന്നെ, കടങ്ങൾ തന്നെ, സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ല, ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുന്നില്ല, സമാധാനം എന്താണെന്ന് അനുഭവിച്ചിട്ട് നാളുകളായി. അങ്ങനെ പല കാരണങ്ങളാൽ നിന്റെ മനസ്സ് മുറിഞ്ഞിട്ടുണ്ട്. നീ കരയാനുള്ള കാരണങ്ങളൊക്കെ നിന്റെ ജീവിതം തന്നെയാണ്. ഇനി അങ്ങനെ ആകല്ല. ഈശോ വലിയൊരു സന്ദേശം കൊടുക്കുകയാണ്. ആ ഒരു മരണത്തിൽ നിന്ന് ആ മോന് ജീവൻ കൊടുത്തിട്ട് ഈശോ പറയുന്ന വലിയൊരു സന്ദേശമുണ്ട്. ഇനി നീ കരയേണ്ടത് നിന്റെ കാര്യങ്ങൾ മാത്രം ഓർത്തിട്ടല്ല, നിന്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നീ കരയേണ്ടത്, മറിച്ച് ഇതുപോലെ ജീവൻ നഷ്ടപ്പെടുന്ന അനേക മക്കൾ നമ്മുടെ ചുറ്റിലുണ്ട്. ഇതുപോലെ ആത്മീയമായിട്ട് മരവിച്ചു പോകുന്ന, മന്ദഗതിയിലായി പോകുന്ന, തളർന്നു വീഴുന്ന അനേകായിരങ്ങൾക്ക് വേണ്ടിയിട്ട് നീ കരയണമെന്ന് ഈശോ അവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നീ കരയേണ്ടത്, അല്ല നീ കരയേണ്ടത്. സാമ്പത്തിക നഷ്ടം, രോഗാവസ്ഥ, മരണം, അപകടം, പെട്ടെന്നുള്ള തകർച്ചകൾ, ഇതിനെ ഓർത്തിട്ടല്ല എൻ്റെ മോള് കരയേണ്ടത്. പിന്നെയോ നഷ്ടപ്പെട്ടു പോകുന്ന അനേകം ആത്മാക്കളെ ഓർത്ത്, ദൈവസന്നിധിയിൽ നിന്ന് അകന്നകന്ന് പോകുന്ന അനേകരെ ഓർത്തിട്ട് നീ കരയണമെന്ന് ഈശോ വലിയൊരു സന്ദേശം കൊടുക്കുന്നുണ്ട്. കരയണ്ടെന്ന് ഒറ്റ വാക്കേ ഈശോ അവിടെ പറയുന്നുള്ളൂ, പക്ഷെ അതിൻ്റെ ആന്തരാർത്ഥങ്ങൾ ഏറെയാണ്. നീ കരയേണ്ടത് നിന്റെ കാര്യം ഓർത്തിട്ടല്ല. ഈശോ നമ്മൾ കരയുന്ന കാണുന്നുണ്ട്. ലാസറിൻ്റെ കുഴിമാടത്തിൽ വരുമ്പം മർത്തായും മറിയോ കലമുറയിട്ട് കരയാണ്. 4 ദിവസം കരഞ്ഞിട്ടും കണ്ണുനീര് തുറന്നിട്ടില്ലായിരുന്നു. അവരത്രയും കരഞ്ഞിട്ടുണ്ട്. 4 ദിവസവും കരച്ചിലാണ്. മരിച്ചപ്പം തൊട്ട് തുടങ്ങിയ കരച്ചിലാണ്.
അതിനിടയിലൊക്കെ ഈശോയെ അറിയിക്കുന്നുണ്ട്. ഈശോ വന്നില്ല. 4 ദിവസം കഴിഞ്ഞപ്പോൾ ഈശോ വന്നു. ഇവരെല്ലാവരും പറഞ്ഞു ഇപ്പം ലാസറിൻ്റെ ശരീരം കഴുകാൻ തുടങ്ങിയിട്ടുണ്ട്, നല്ല ദുർഗന്ധം ഉണ്ടാവും, നല്ല ദുർഗന്ധമുള്ള സമയമാണ്, ഇപ്പം അങ്ങോട്ട് പോകണ്ട, എന്തിനാ അങ്ങോട്ട് പോണത്, അങ്ങോട്ട് പോകുകയേ വേണ്ട. എല്ലാവരും കൂടെ ഈശോയെ തടഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈശോ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഈശോ കല്ലറയുടെ മുമ്പിൽ പോയി നിൽക്കുക. കല്ലറയുടെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ ഈ മർത്തായും മറിയൊക്കെ കൂടെയുണ്ട്. അവരുടെ കരച്ചിൽ തീർന്നിട്ടില്ല. അവർ കരയണ കാണുമ്പോൾ കൂടെയുള്ളവരും കരയാണ്, സർവരും കരയാണ്, എല്ലാവരും കരയാണ്. അവരുടെയൊക്കെ കരച്ചിൽ കണ്ടപ്പോൾ ഈശോയുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. ഈശോ കണ്ണുനീർ പൊഴിച്ചു. അങ്ങനെയാണ് വചനത്തിൽ നമ്മൾ വായിക്കുക. ഈശോ കണ്ണുനീർ പൊഴിച്ചു. എന്തോർത്തിട്ടാവും ഈശോ കരഞ്ഞിട്ടുള്ളത്? എന്ത് കാരണത്താലാണ്? എന്തേ വരാൻ വൈകിപ്പോയില്ലോ, നേരത്തെ വന്നാൽ മതിയായിരുന്നു, മരിച്ചപ്പം തന്നെ വന്നാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ മർത്തായും മറിയും ഇത്രയും കരയില്ലായിരുന്നു. ഇവരെന്തേരം എന്നെ സഹായിച്ചിട്ടുണ്ട്, എത്ര രീതികളിൽ എന്നെ സഹായിച്ചിട്ടുണ്ട്, എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്, സ്നേഹം പങ്കുവെച്ചിട്ടുണ്ട്. പക്ഷേ ഈ സഹോദരിമാരുടെ കണ്ണുനീര്, ബന്ധുമിത്രാദികളുടെ കണ്ണുനീര് താങ്ങാൻ പറ്റുന്നില്ലല്ലോ. എന്തേ ഈശോ കരയാൻ കാരണം? എന്തേ ഈശോ കരഞ്ഞത്? ഈശോ ഇനി വരാൻ പോകുന്ന പീഡാസഹനം ഓർത്തിട്ടാണോ? ഇനി ഏറ്റെടുക്കാൻ പോകുന്ന കുരിശിൻ്റെ ഭാരം, കുരിശിലുള്ള മരണം, ശിഷ്യന്മാരൊക്കെ ഇട്ടിട്ട് പോണല്ലോ, അമ്മയൊക്കെ ഇട്ടിട്ട് പോണല്ലോ, അങ്ങനെയൊക്കെയുള്ള സങ്കടം കൊണ്ടാണോ ഈശോ കരഞ്ഞത്? അങ്ങനെ എപ്പോഴെങ്കിലും ഈശോ കരയുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ? അമ്മയെ ഇട്ടിട്ട് പോകണം, അല്ലെങ്കിൽ കുരിശിൽ മരിക്കേണ്ടി വരും, അങ്ങനെ സ്വന്തം കാര്യത്തെ പ്രതി ഈശോ ഒരിക്കലും കരയണത് നമ്മൾ കാണുകയില്ല. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നു, ലാസറിൻ്റെ കുഴിമാടത്തിൽ ഈശോ കരയുന്നു. യേശു കണ്ണീർ പൊഴിച്ചു. വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്, യേശു കണ്ണീർ പൊഴിച്ചു. എന്തേ കരഞ്ഞത്? സഹോദരങ്ങളുടെ ചുറ്റുമുള്ളവരുടെ കണ്ണുനീര് കണ്ടപ്പം സഹി കെട്ടിട്ട്, അവർ കരയണ കണ്ടപ്പം അവരുടെ ദുഃഖത്തോട് തൻ്റെ മനസ്സ് ചേർത്ത് വയ്ക്കുകയാണ്. അവരുടെ ഹൃദയത്തിൻ്റെ സകല ഭാരവും ഏറ്റെടുക്കാൻ ഈശോ തയ്യാറാവുകയാണ്. ചില വ്യക്തികളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, സഹിക്കുന്നവരുടെ അടുത്തുകൂടെ പോയാലും എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും ഒന്നുമില്ലാത്ത പോലെ, അങ്ങനെ ഒരു സംഭവം കേട്ടിട്ടേ ഇല്ല, അറിഞ്ഞിട്ടേ ഇല്ല, നിർവികാരതയോടെ കടന്നു പോകുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു വിലാപയാത്രയൊക്കെ വഴി കൂടെ പോകുകയാണെന്ന് ഓർത്ത് നോക്കി, നമ്മുടെ പ്രതികരണം എന്താണ്? നമ്മൾ കൗതുകത്തോടെ നോക്കും, ആരാണാവോ മരിച്ചത്, വയസ്സായ ആളാണോ, ചെറുപ്പക്കാരനാണോ, ചുമ്മാ ഒന്ന് നോക്കും, അത്രയേ ഉള്ളൂ. അതോടുകൂടി അത് തീർന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ ചില ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്, ആ വിലാപയാത്രയിലൊക്കെ പങ്കെടുക്കുന്നവരിൽ ആ മരിച്ചവരുടെ ഉറ്റവർ, ഒന്നില്ലെങ്കിൽ ജീവിത പങ്കാളിയാവും, അല്ലെങ്കിൽ മക്കളാവും, മാതാപിതാക്കളാവും, അവരെ ചേർത്ത് പിടിച്ച് അവരെ ആശ്വസിപ്പിച്ച് ധൈര്യം കൊടുത്ത്, ഒരു സാന്നിധ്യം കൊണ്ടൊരു ധൈര്യം കൊടുത്ത് അവരുടെ ഒപ്പം നീങ്ങുന്നവരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. നിർവികാരതയോടെ വേദനകളെ നോക്കി കാണുന്നവരെയും, സഹിക്കുന്നവരെ കണ്ടിട്ട് ഒന്നും അറിയത്തില്ലാത്ത പോലെ കടന്നു പോകുന്നവരെയും, ഒപ്പം അങ്ങനെയുള്ളവരുടെ അടുത്ത് നിന്നിട്ട് അവരുടെ വേദന മുഴുവൻ സ്വന്തം വേദനയാക്കി മാറ്റുന്നവരും, 2 വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ തന്നെയും ഈ 2 വിഭാഗത്തിൽ പെട്ടിട്ടുമുണ്ട്. 2 തലങ്ങളിലും നമ്മളും പെരുമാറിയിട്ടുണ്ടാകാം ചില സാഹചര്യങ്ങളിൽ. പ്രിയമുള്ള സഹോദര സഹോദരി, വേദനിക്കുന്നവൻ്റെ ഒപ്പം നിൽക്കാൻ നിനക്ക് കഴിയുന്നുവെങ്കിൽ, അവൻ്റെ മനസ്സ് വായിക്കാൻ, അവളുടെ മനസ്സ് വായിക്കാൻ നിനക്ക് കഴിയുന്നുവെങ്കിൽ, അവൻ്റെയും അവളുടെയും കണ്ണ് നിറയുന്നത് നിൻ്റെ ഓർമ്മയിൽ വരുമ്പോൾ നിൻ്റെ കണ്ണ് വീണ്ടും നിറയുന്നുവെങ്കിൽ ഉറപ്പ് നീ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവനാണ്. നിൻ്റെ മനസ്സ് ക്രിസ്തുവിൻ്റെ മനസ്സ് പോലെയാണ്. മറ്റുള്ളവരുടെ വേദനകളിൽ പങ്കുചേരാൻ, അവരുടെ വേദന നിൻ്റെയും വേദനയാക്കാൻ നിനക്ക് കഴിയുന്നുവെങ്കിൽ നിൻ്റെ ജീവിതം കൃപയുടെ ജീവിതമാണ്, അഭിഷേകത്തിൻ്റെ ജീവിതമാണ്. ഈ ഭൂമിയിൽ വേദനിക്കുന്ന ഒട്ടനവധി പേരുണ്ട്, സഹിക്കുന്ന ഒരുപാട് പേരുണ്ട് തളർന്നു വീഴുന്നവർ. അവരുടെ വേദന എൻ്റെയും വേദനയാക്കി മാറ്റാൻ കഴിയണം. ചിലപ്പോൾ ചിലർക്ക് കരയാൻ പറ്റുകയില്ല, നെടുവീർപ്പാണ്. അവർ നെടുവീർപ്പിട്ടുകൊണ്ടേയിരിക്കും. നെടുവീർപ്പ് നമ്മുടെ ഉള്ളിൽ തിങ്ങി വിങ്ങുന്ന, ഒരു പക്ഷേ വേദനിപ്പിക്കുന്ന വാക്കുകളെ പ്രതിയാകാം, സംഭവത്തെ പ്രതിയാകാം, അല്ലെങ്കിൽ ഒരു നഷ്ടബോധത്തെ ഓർത്താകാം, അല്ലെങ്കിൽ സംഭവിച്ച പാപാവസ്ഥയെ, വീഴ്ചയെ ഓർത്തിട്ടാകാം. അങ്ങനെ മനസ്സിൽ തിങ്ങി വിങ്ങുന്ന ആ വികാരമൊന്ന് പുറത്തേക്ക് കളയാൻ മനസ്സൊരുക്കുന്ന ഒരു വാതിലാണ് നെടുവീർപ്പ്. അറിയാതെ നെടുവീർപ്പിട്ട് പോകും. രാവും പകലും നെടുവീർപ്പിടുന്നവരെ കണ്ടിട്ടുണ്ട്. വളരെ ഫ്രീ ആയിട്ടൊക്കെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും, പക്ഷെ അതിൻ്റെ ഇടയിൽ അവർ നെടുവീർപ്പിട്ട് പോകും. കാരണം ഉള്ളിൽ ഒരുപാട് ഓർമ്മകളാണ്. കഴിഞ്ഞ കാലത്തിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ, നാളുകളിൽ സംഭവിച്ച ചില അനുഭവങ്ങൾ അത് അവരുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുകയാണ്, ഭാരപ്പെടുത്തുകയാണ്. അറിയാതെ നെടുവീർപ്പിടുന്നവർ, അറിയാതെ. ഈശോ നെടുവീർപ്പിട്ടിട്ടുണ്ട്. ലാസറിൻ്റെ കുഴിമാടത്തിൽ ഈശോ നെടുവീർപ്പിട്ടു. അതുപോലെ പല രോഗശാന്തി കൊടുക്കുന്ന സമയത്തും ഈശോ നെടുവീർപ്പിട്ടതായിട്ട് തിരുവചനത്തിൽ നമ്മൾ കാണുന്നു. ജോബ് എഴുതി വച്ചിരിക്കുന്നു, നെടുവീർപ്പാണ് എൻ്റെ ഭക്ഷണം, നെടുവീർപ്പാണ് എൻ്റെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ എല്ലാ നേരം നെടുവീർപ്പാണ്, എല്ലാം നഷ്ടപ്പെട്ടു പോയി. അതുവരെ ഉണ്ടായിരുന്നത് മുഴുവനും നഷ്ടപ്പെട്ട ജോബ് പറയുന്നു, നെടുവീർപ്പുകളാണ് എൻ്റെ ഭക്ഷണം. ദാവീദിന് ഒരിക്കലും വീഴ്ച സംഭവിച്ചു. വലിയ പാപത്തിലേക്കാണ് ദാവീദ് പോയത്, വലിയ പാപാവസ്ഥയിലേക്ക് വീണുപോയി.
ദാവീദ് സങ്കീർത്തനങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു, ഹൃദയക്ഷോഭം മൂലം ഞാൻ നെടുവീർപ്പിട്ടു പോകുന്നു. ഹൃദയക്ഷോഭം മൂലം ഹൃദയം അസ്വസ്ഥമാണ്, ഭാരപ്പെടുകയാണ്, ചെയ്ത പാപത്തെ ഓർത്ത് നീറിപ്പുകയുകയാണ്, നെടുവീർപ്പിടുകയാണ്. അറിയാതെ പറ്റിപ്പോയ വീഴ്ചകളെ ഓർത്ത്, പാപങ്ങളെ ഓർത്ത്, സഹനത്തെ ഓർത്ത്, അവിശ്വസ്തതകളെ ഓർത്തൊക്കെ നെടുവീർപ്പിടുന്ന അനുഭവം നമ്മുടെയും ജീവിതത്തിലുണ്ടാകാം. ജെറമ്യാ പ്രവാചകനിലൂടെ കർത്താവ് നമ്മളോട് പറയും, നിങ്ങളുടെ അനുസരണക്കേടിനെ പ്രതി എൻ്റെ ആത്മാവ് കരയും. ദൈവമായ കർത്താവ് കരയും, ദൈവമായ കർത്താവും കരയുമെന്ന് വചനത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. നമ്മൾ കരയേണ്ടത് എന്തിനാണെന്ന് ഈശോ ഓർമ്മിപ്പിച്ചു തരുന്നു. എന്തിനാ കരയേണ്ടത്? സ്വന്തം കാര്യങ്ങളെ ഓർത്തിട്ടല്ല. ജലദോഷം വരുമ്പം കരയല്ല, ക്യാൻസർ വരുമ്പം കരണമെന്നല്ല ഈശോ പറയാം. മറിച്ച് ഇത്തരത്തിലൊക്കെ വേദനിക്കുന്ന മറ്റനവധി പേര്, ആത്മാവ് നഷ്ടപ്പെടുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്നവർ, വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്നവർ, അങ്ങനെയുള്ളവരെ ഓർത്ത് കരയാൻ, അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ നല്ല ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. വിലാപങ്ങളുടെ പുസ്തകം 2-ാമത്തെ അധ്യായം 18-19 തിരുവചനങ്ങളിൽ ഇങ്ങനെ നമ്മളോട് പറഞ്ഞു ഓർമ്മിപ്പിച്ചു തരും. സിയോൻ പുത്രി, കർത്താവിനോട് ഉറക്കെ നിലവിളിക്കുക, രാവും പകലും മഹാപ്രവാഹം പോലെ കണ്ണുനീരൊഴുകട്ടെ. നീ വിശ്രമിക്കരുത്, കണ്ണുകൾക്ക് വിശ്രമം നൽകരുത്. രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കെ നിലവിളിക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരിയുക. കർത്താവിൻ്റെ ആഗ്രഹമാണത്. നീ കരയണോന്ന് കർത്താവ് പറയുന്നു. നീ കരയണോന്ന് എവിടെ എവിടെ എപ്പോൾ ആർക്ക് വേണ്ടിയിട്ട്? തളർന്നു വീഴുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് ദൈവസന്നിധിയിൽ നീ കരയണം. ആർക്ക് വേണ്ടിയിട്ട് നീ കരയണം? മനസ്സ് തകർന്നിരിക്കുന്നവരെ കാണുമ്പം നീ നെടുവേർപ്പെടണം. അവർക്ക് വേണ്ടിയിട്ട് നീ പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടിയിട്ട് കൈകൾ ഉയർത്തണം, കണ്ണുകൾ ഉയർത്തണം. കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ഓർക്കുന്നു, ഒരു സഹോദരി ധ്യാനിക്കാൻ വന്നപ്പം എന്നോട് ഇങ്ങനെ പങ്കുവെച്ചു, സിസ്റ്ററെ, വർഷങ്ങൾ കഴിഞ്ഞു വിവാഹം കഴിഞ്ഞിട്ട് ഭർത്താവും ഞാനും ഒരുമിച്ച് ധ്യാനത്തിൽ സംബന്ധിച്ച് പ്രാർത്ഥിച്ച് 8-9 വർഷങ്ങൾക്ക് ശേഷം പ്രാർത്ഥിച്ച് തന്നെയാണ് ഒരു കുഞ്ഞിനെ ഈശോ തന്നത്. അങ്ങനെ ഒരു കുഞ്ഞിനെ കിട്ടി, മിടുക്കനായിട്ടുള്ളൊരു മോനായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ കരുതിയത്. ഇപ്പോൾ കുഞ്ഞിന് 2-2.5 വയസ്സുണ്ട്. ഈ സഹോദരി എന്നോട് വലിയ വേദനയോടെ കണ്ണു നിറഞ്ഞിട്ടാണ് ഇവൾ പറയണത്, എൻ്റെ മകന് ഓട്ടിസമാണെന്ന് കഴിഞ്ഞ ദിവസം ഡോക്ടർമാർ വിധി എഴുതി. അത് മാറില്ല എന്നും മരണം വരെയും ഈ രോഗം ഉണ്ടാകുമെന്നും അതിന് പ്രത്യേകിച്ച് ചികിത്സയൊന്നും ഇനി വേണ്ട എന്നൊക്കെ പറഞ്ഞപ്പം ഈ സഹോദരിക്ക് ചങ്ക് പൊട്ടുന്ന വേദനയാണ്. ഒത്തിരി വർഷങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് ഈശോയുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചെടുക്കുന്ന പോലെ വാങ്ങിച്ചെടുത്ത കുഞ്ഞാണ്. ഫ്രാൻസിസ് എന്നാണ് കുഞ്ഞിൻ്റെ പേര്. ഈ അപ്പനും അമ്മയും വല്ലാണ്ട് തകർന്നിട്ടുണ്ട്. ഈ മക്കൾ പറയുകയാണ് ഇങ്ങനെ, വല്ലാണ്ട് വിഷമം തോന്നുന്നു, സങ്കടം തോന്നുന്നു. ഓട്ടിസം ബാധിച്ച ഈ കുഞ്ഞിനെ കാണുമ്പോൾ ഇവനൊരിക്കലും അമ്മ അപ്പ ഒരിക്കലും വിളിച്ചിട്ടില്ല. അധികമൊന്നും സംസാരിക്കുന്ന പ്രകൃതമല്ല കുഞ്ഞിൻ്റേത്. ഒരു വിളി കേൾക്കാൻ കൊതിയുണ്ട് സിസ്റ്ററെ. ഇനി ഒരിക്കലെങ്കിലും ഈ കുഞ്ഞിന് സൗഖ്യം കിട്ടുമോ അറിയില്ലല്ലോ, ഒന്ന് പ്രാർത്ഥിക്കാവോ? കുറേ അധികം കരഞ്ഞു. ഫോണിലൂടെ ഒരു 1/4 മണിക്കൂറെങ്കിലും കഷ്ടപ്പെടേണ്ടി വന്നു ഇവളെ ഒന്ന് ശാന്തമാക്കാൻ. കുറേ അധികം സംസാരിച്ചു, പ്രാർത്ഥിച്ചു. ഒടുവിൽ സമാധാനമായി. പിന്നീട് ഏതാനും നാളുകൾക്ക് ശേഷം വിളിച്ചിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇപ്പോൾ ഞാൻ കരയണത് എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് മാത്രമല്ല, ഇതുപോലെ വേദനിക്കുന്ന അനേകരുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കുഞ്ഞുങ്ങളുടെ ഇങ്ങനെയുള്ള രോഗാവസ്ഥ കണ്ടിട്ട് തകർന്നു പോകുന്ന, വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന ഒട്ടനവധി മാതാപിതാക്കളുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ. അവരെ താങ്ങിപ്പിടിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സിസ്റ്ററെ. അങ്ങനെ പറഞ്ഞിട്ട് ആ മോള് ഫോൺ വെച്ചത് ഞാൻ ഓർക്കുന്നു. അനവധി പേര് ഇങ്ങനെയുള്ള പ്രതികൂലങ്ങളൊക്കെ വരുമ്പോൾ ഉണ്ടായിരുന്ന വിശ്വാസം പോലും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടിയിട്ട് രാവും പകലും നിന്റെ കണ്ണുകൾ ഉയർത്തിപ്പിടിക്കണമെന്ന്, കൈകൾ ഉയർത്തിപ്പിടിക്കണമെന്ന് തിരുവചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിച്ചു തരുമ്പോൾ ആ സന്ദേശം നമ്മൾ സ്വീകരിക്കുകയാണ്. നീ കരയണ്ട. നായിമിലെ വിധവയായ മകളോട് നീ കരയണ്ട എന്ന് പറഞ്ഞുവെങ്കിൽ നീ കരയണം കുഞ്ഞേ എന്ന് കർത്താവ് ഇപ്പുറത്ത് പറയും. മറ്റൊരു സന്ദേശം കർത്താവ് തരും. വേദനിക്കുന്ന അനേകർക്ക് വേണ്ടിയിട്ട് ദൈവസന്നിധിയിൽ നീ കണ്ണുകൾ ഉയർത്തണം. അവർക്ക് വേണ്ടിയിട്ട് നീ കരയണം, അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. ഞാൻ ഓർക്കുന്ന ഒരു +2 പഠിക്കുന്ന ഒരു സഹോദരൻ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് വന്നു. ധ്യാനം നടക്കുകയാണ്. ബാക്കി എല്ലാവരും തന്നെ നല്ല പ്രായമുള്ള മനുഷ്യരാണ്. 30-നും 40-നൊക്കെ അടുത്ത് പ്രായമുള്ള ജീവിതങ്ങളാണ് എല്ലാവരുടേതും. ഈ കൊച്ചുമോൻ, ഇവനൊരു 17-18 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഇവൻ വന്നിട്ടുണ്ട് ധ്യാനിക്കാൻ, പങ്കുവെച്ച് പ്രാർത്ഥിക്കാൻ, കാര്യങ്ങളൊക്കെ പങ്കുവെക്കേണ്ട സമയമായപ്പോൾ ഇവൻ അടുത്തേക്ക് വന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, സിസ്റ്ററെ, എൻ്റെ പഠനം നിർത്തേണ്ടി വന്നു, എനിക്കിനി പഠിക്കാൻ പറ്റുകയില്ല. ഞാൻ ചെന്ന് പറ്റി മോനെ, എന്താ നീ പഠിക്കാൻ പോകാത്തത്? സിസ്റ്റർ, ഇനി പഠിക്കാൻ പറ്റുകയില്ല, എന്നെ സ്കൂളിൽ നിന്ന് അവർ ഡിസ്മിസ് ചെയ്തു, എന്നെ പുറത്താക്കി, സ്കൂളിൽ നിന്ന് പുറത്താക്കി, എനിക്കിനി പഠിക്കാൻ പറ്റുകയില്ല,
എന്ത് സംഭവിച്ചു? ലഹരി വസ്തുക്കളുടെ അടിമത്തത്തിലേക്ക് കൂട്ടുകെട്ടിൽ പെട്ടിട്ട് പല ആവർത്തി വാണിംഗ് കിട്ടിയതാണ്. പക്ഷെ അത് ചെവി കൊണ്ടില്ല, അത്രയും ശ്രദ്ധിച്ചില്ല. പിന്നെയും കൂട്ടുകൂടി പലതും ചെയ്യാൻ ഒരുങ്ങി തയ്യാറായി. അങ്ങനെ പല തെറ്റുകളും വീണ്ടും വീണ്ടും ആവർത്തിച്ചു. ഒടുവിൽ സ്കൂളിലെ അധികൃതർ നിർബന്ധമായിട്ടും സ്കൂളിൽ നിന്ന് ഞങ്ങൾ ഏതാനും പേരെ പുറത്താക്കുകയാണ്. എൻ്റെ ഭാവി തകർന്നു എന്ന് തോന്നുന്നു സിസ്റ്ററെ. കുറേ സങ്കടത്തോടെ ഈ കൊച്ചുമോൻ പങ്കുവെച്ചത് ഓർക്കാൻ. എന്തോ എനിക്ക് കുറച്ച് സമയത്തേക്ക് ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. മനസ്സൊക്കെ ഒരു വല്ലാത്ത വേദന. എത്രയോ മക്കൾ ഇതുപോലെ തകർന്നു പോകുന്നു. എത്രയോ ആങ്ങളമാർ, എത്രയോ സഹോദരിമാർ ഇങ്ങനെയുള്ള കൂട്ടുകാരുടെ കൂട്ടത്തിൽ പെട്ടിട്ട്, തെറ്റായ കൂട്ടുകെട്ടിൽ പെട്ടിട്ട് ജീവിതം നഷ്ടപ്പെടുന്നു. കുറച്ച് സമയത്തേക്ക് എനിക്കൊന്നും മിണ്ടാൻ പറ്റിയില്ല. അവിടെ മിണ്ടാതെ ഇങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞപ്പം ഞാൻ ഇവനോട് ചോദിച്ചു, മോനെ നിൻ്റെ അമ്മയുടെ അവസ്ഥ എങ്ങനെയാണ്? നിൻ്റെ അമ്മ എന്തു പറഞ്ഞു? ഇങ്ങനൊരു അവസരം വീട്ടിൽ സംഭവിച്ചപ്പം, ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായപ്പം നിൻ്റെ അമ്മ എന്തു പറഞ്ഞു? ഉടനെ ഈ മോൻ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട്. ഇവൻ പറഞ്ഞു, സിസ്റ്ററെ എൻ്റെ അപ്പച്ചൻ അല്പം പോലും എന്നോട് ദേഷ്യപ്പെട്ടില്ല, ഒന്നും പറഞ്ഞില്ല. അപ്പച്ചൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പം എൻ്റെ അടുത്തു നിന്ന് എഴുന്നേറ്റ് മാറിപ്പോവുകയാണ് ചെയ്തത്. ഞാൻ ഒറ്റ മോനേ ഉള്ളൂ, പിന്നെ ഒരു പെങ്ങളാണ് എനിക്കുള്ളത്. എന്നിലായിരുന്നു വീട്ടിലെ പ്രതീക്ഷ മുഴുവൻ. പക്ഷേ എൻ്റെ അപ്പച്ചൻ എഴുന്നേറ്റ് പോയി. അമ്മ ഞാൻ കണ്ടു അവിടെ ഇരുന്ന് വിങ്ങി പൊട്ടിക്കരയുന്നത്. ഒരക്ഷരം എന്നോട് മിണ്ടിയില്ല, പക്ഷേ അമ്മ അവിടെ ഇരുന്ന് പൊട്ടിക്കരയണത് ഞാൻ കണ്ടു സിസ്റ്ററെ. ഞാൻ ചോദിച്ചു, മോൻ എന്ത് തോന്നി അന്നേരം? ഞാൻ ഓർത്തുപോയി, അമ്മ പറഞ്ഞു തരാറുണ്ടായിരുന്നു, കുഞ്ഞേ പ്രാർത്ഥനയുടെ സമയത്ത് വീട്ടിൽ വേണം, കുഞ്ഞേ ദിവസവും ദിവ്യബലിക്ക് വരണം എൻ്റെ കൂടെ, മാതാവിനോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. അമ്മ പലപ്പോഴും സ്നേഹത്തോടെ നിർബന്ധിക്കുമായിരുന്നു. അമ്മ പലപ്പോഴും എന്നെ ചിലപ്പോഴെങ്കിലും അരിശത്തോടുകൂടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥിക്കാൻ വാ, എൻ്റെ അടുത്ത് വന്നിരിക്കുക, എൻ്റെ ഒപ്പം നടക്ക് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ പോലും ചെവി കൊടുത്തിട്ടില്ല, അനുസരിച്ചിട്ടില്ല. ഞാൻ അതിനൊക്കെ ധിക്കരിച്ചിട്ടേ ഉള്ളൂ. എൻ്റെ ദൈവത്തിൻ്റെ അടുത്തേക്ക് വരാൻ എൻ്റെ അമ്മ പല ആവർത്തി എന്നെ പ്രേരിപ്പിച്ചിട്ടും നിർബന്ധിച്ചിട്ടും ഞാൻ അതിന് സമ്മതിച്ചിട്ടില്ല സിസ്റ്ററെ. ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു, അമ്മ പറഞ്ഞിരുന്നത് അനുസരിച്ചിരുന്നുവെങ്കിൽ എൻ്റെ ഭാവി ജീവിതം നഷ്ടപ്പെടില്ലായിരുന്നു. ഞാൻ കണ്ടു ആ മകൻ്റെ കണ്ണുകൾ രണ്ടും നിറഞ്ഞൊഴുകുന്നത്. അവൻ വലിയൊരു മാനസാന്തരത്തിലേക്ക് വരികയായിരുന്നു. അവന് വലിയൊരു തിരിച്ചറിവ് കിട്ടുകയായിരുന്നു. ദൈവം തന്ന അവസരങ്ങൾ മനഃപൂർവ്വം നഷ്ടപ്പെടുത്തിയല്ലോ എന്ന ബോധ്യം ആ കുഞ്ഞു മനസ്സിൽ കർത്താവ് ആ സമയം നിക്ഷേപിച്ചു കൊടുത്തു. അവൻ കൈയൊക്കെ കൂപ്പി കുറച്ച് കാര്യങ്ങളും കൂടെ എൻ്റെ അടുത്ത് പങ്കുവെച്ചു. വീഴ്ചകൾ മുഴുവനും പറഞ്ഞു, എന്തൊക്കെ സംഭവിച്ചു എന്ന് ഒന്നുപോലും വിടാതെ മുഴുവനും പങ്കുവെച്ചു. ഒടുവിൽ അവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇനി ഒരിക്കൽ പോലും ആ തെറ്റുകളിലേക്ക് തിരിച്ചു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല സിസ്റ്ററെ. ഒരിക്കൽ പോലും എന്ത് വില തരാമെന്ന് പറഞ്ഞാലും, എത്ര വലിയ സൗഭാഗ്യം തരാമെന്ന് പറഞ്ഞാലും ഉപേക്ഷിച്ച വഴി ഇനി എനിക്ക് വേണ്ട. ഞാൻ എൻ്റെ മാതാപിതാക്കളെ സ്നേഹിച്ചും അവരെ അനുസരിച്ചും അവരോടൊപ്പം ഞാൻ മുന്നോട്ട് പോയിക്കൊള്ളാം. അവർക്കും വേണ്ടി അധ്വാനിച്ച് അവരെ സഹായിച്ചും അവരെ ശക്തിപ്പെടുത്തിയും പ്രാർത്ഥനയിൽ ആശ്രയിച്ചും ഞാൻ മുന്നോട്ട് പോയിക്കൊള്ളാം. കൈകൾ കൂപ്പി കണ്ണു നിറഞ്ഞിട്ട് തീരുമാനം പറഞ്ഞിറങ്ങിയപ്പം ഞാൻ ഈശോയ്ക്ക് 1000 നന്ദി പറഞ്ഞു. ഇതുപോലെ വേദനിക്കുന്ന എത്രയോ മക്കൾ, ഇതുപോലെ തകർന്നു പോകുന്ന എത്രയോ മക്കൾ കുറേ അധികം നേരത്തേക്ക് സന്തോഷിക്കാനോ ചിരിച്ച് ഉല്ലസിച്ച് നടക്കാനോ എനിക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം ഒരു വേദനയായിരുന്നു മനസ്സ് മുഴുവൻ. എത്രയോ കുഞ്ഞുങ്ങൾ ഇതുപോലെ നഷ്ടപ്പെടുന്നു, എത്രയോ മക്കൾ ഇതുപോലെ ചിതറിപ്പോകുന്നു, എത്രയോ മക്കളുടെ ജീവിതത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോകുന്നു. അറിയാമായിരുന്നിട്ടും നല്ലത് ഏതെന്ന് തിരിച്ചറിയാൻ കൃപ ലഭിച്ചിട്ടും അനുഗ്രഹം ലഭിച്ചിട്ടും ബോധപൂർവം അതിൽ നിന്നൊക്കെ മാറിപ്പോകുന്ന എത്രയോ മക്കള്. ആ സഹോദരൻ്റെ അമ്മയെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറഞ്ഞു. ഈ മകൻ എന്നോട് പറഞ്ഞ് ഞാൻ ഓർക്കുന്നു, അമ്മ എന്നും മുട്ടുകുത്തി നിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കും എൻ്റെ കൂട്ടുകാർക്കും വേണ്ടി അമ്മ പറയാറുമുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് മോനെ, നിനക്കും നിൻ്റെ കൂട്ടുകാർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന ഇന്ന് പൂർണ്ണമായി ഉത്തരം തന്നു കർത്താവ്. ആ മകൻ്റെ വാക്കുകൾ എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. സഹോദര സഹോദരി, നീ കരയേണ്ടത് നിൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ മാത്രം കണ്ടിട്ടല്ല. നിൻ്റെ ജീവിത പങ്കാളി ഇന്ന് വല്ലാത്ത പാപാവസ്ഥയിലാണെങ്കിൽ, രോഗാവസ്ഥയിലാണെങ്കിൽ അതിനെ ഓർത്തിട്ട് മാത്രമല്ല നീ കരയേണ്ടത്. നിനക്ക് സ്വന്തമായിട്ടൊരു ഭവനമില്ല എന്ന് പറഞ്ഞിട്ടല്ല നീ കരയേണ്ടത്. വേദനിക്കുന്ന, വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന അനേകരെ ഓർത്തിട്ട് നീ കരയണം. നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.
വിശ്വാസികളുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കുഞ്ഞുനാൾ മുതൽ ഈശോയെ നമുക്ക് പങ്കുവെച്ച് തന്നിട്ടുള്ള, ഓടിച്ചെല്ലാൻ, ഈശോയുടെ അരികിലേക്ക് ഈശോയെ എന്ന് വിളിച്ച് ഓടിച്ചെല്ലാൻ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ച് പരിശീലിപ്പിച്ച് തന്നിട്ടുള്ള എല്ലാ സഹോദരങ്ങളെയും ഓർത്ത് അവർക്കൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. വൈദികർക്ക് വേണ്ടി, സമർപ്പിതർക്ക് വേണ്ടി, ആത്മായ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒരു കൈ തന്ന് നമ്മളെ ആരൊക്കെ മുന്നോട്ട് നയിച്ചിട്ടുണ്ടോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മാത്രമല്ല, ആരൊക്കെ ഇനി ദൈവം പോലും വേണ്ട എന്ന് പറഞ്ഞ് വിശുദ്ധിയിൽ നിന്ന്, വിശ്വാസത്തിൽ നിന്ന്, വിശ്വസ്തതയിൽ നിന്നൊക്കെ മാറി തെറ്റായ വഴികൾ സ്വീകരിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ വേണ്ടി ദൈവസന്നിധിയിൽ കരയാൻ നിനക്ക് വിളി കിട്ടിയിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടി കണ്ണുകൾ നിറഞ്ഞ് പ്രാർത്ഥിക്കാൻ നിനക്ക് വിളി കിട്ടിയിട്ടുണ്ട്. ലാസറിൻ്റെ കുഴിമാടത്തിൽ വന്ന് കർത്താവ് നെടുവീർപ്പിട്ടുവെങ്കിൽ അഴുകിപ്പോകുന്ന ജീവിതങ്ങളുടെ മുൻപിൽ നീയും നെടുവീർപ്പിടണം. നഷ്ടപ്പെട്ടു പോകുന്ന ജീവിതങ്ങളുടെ മുൻപിൽ നീയും നെടുവീർപ്പിടണം. പാപത്തിൽ കഴിയുന്ന മക്കളെ കാണുമ്പോൾ നെടുവീർപ്പിടണം. സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് തളർന്നു വീഴുന്ന മക്കളുടെ മുമ്പിൽ നീ നെടുവീർപ്പിടണം. ലാസറിൻ്റെ കുഴിമാടം അവർ കല്ലുരുട്ടി വെച്ച് ഒരിക്കലും തുറക്കാൻ പറ്റാത്ത പോലെ ആക്കിയായിരുന്നു. ഏതെങ്കിലുമൊക്കെ ഹൃദയ കവാടങ്ങൾ ഇതുപോലെ കല്ലുരുട്ടി വെച്ച് ഇനി ഒരിക്കലും ആർക്കും തുറക്കാൻ പറ്റില്ല എന്നുള്ള തീരുമാനത്തോടെ മുന്നോട്ട് പോകുന്നുവെങ്കിൽ ആ ജീവിതങ്ങളുടെ മുൻപിൽ വന്നിട്ട് നടുവീർപ്പിടാൻ നിനക്ക് പറ്റണം. തിരുമുൻപിൽ ഒരു പ്രാർത്ഥനയും, ദൈവമേ ഈ ഹൃദയവാതിലുകളെ തുറക്കണമേ എന്ന്, ഈ ഹൃദയവാതിലുകളെ തുറക്കണമേ എന്ന്. ഞാൻ ഓർക്കുന്നു, മറ്റൊരവസരം ഒരപ്പനും അമ്മയും മകളെയും കൊണ്ട് പ്രാർത്ഥിക്കാൻ വന്നിരിക്കുകയാണ്, ധ്യാനത്തിൽ സംബന്ധിക്കുകയാണ്. അപ്പച്ചൻ ആദ്യം കാര്യങ്ങൾ പങ്കുവെക്കാൻ അടുത്തേക്ക് വന്നു. എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഒറ്റൊരു മോളേ ഉള്ളൂ, ആണും പെണ്ണുമായി, എല്ലാം കൊടുത്തു വളർത്തി, ഒന്നിൻ്റെയും കുറവ് എൻ്റെ മോൾക്ക് വന്നിട്ടില്ല. അവൾക്കെല്ലാം ഉണ്ട്, സൗന്ദര്യമുണ്ട്, ആരോഗ്യമുണ്ട്, കഴിവുണ്ട്, നല്ല ബുദ്ധിശക്തിയുണ്ട്. ഏത് എക്സാം ചെയ്താലും 90% കൂടുതൽ മാർക്ക് അവൾക്കുണ്ട്. എല്ലാ കഴിവുകളും അവൾക്കുണ്ട്. അവളെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. പക്ഷേ അവളുടെ ജീവിതം ഇന്ന് തകർന്നിട്ടുണ്ട് സിസ്റ്ററെ. അവളെ ഒരു കുടുംബജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവിതാന്തസ്സിലേക്ക് അവളെ നയിക്കാൻ ഇന്ന് പറ്റത്തില്ല. അവളുടെ വിശുദ്ധി മുഴുവനും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവൾ ഒരുപാട് പാപം ചെയ്യുന്നു. തെറ്റായ ബന്ധങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി പിന്നെയും പിന്നെയും എത്ര പറഞ്ഞു കൊടുത്തിട്ടും എത്ര തിരുത്തി കൊടുത്തിട്ടും ഈ കുഞ്ഞിന് ഒരു സൗഖ്യം കിട്ടുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ വേദനയുണ്ട്. എൻ്റെ മനസ്സ് വേദനിക്കുന്നുണ്ട്. അവിടെ ഇരുന്ന് കുറേ കരഞ്ഞു. അപ്പച്ചനെ ആശ്വസിപ്പിച്ച് പറഞ്ഞു വിട്ടു. അമ്മ വന്നു. ഇതുപോലെ തന്നെ അമ്മയും ചങ്ക് പൊട്ടുന്ന വേദന. ഒരു ദിവസം പോലും പ്രാർത്ഥന മുടക്കാറില്ല വീട്ടിൽ. ഈ മകളെയും വിളിച്ച് പ്രാർത്ഥിപ്പിക്കാറുണ്ട്. പക്ഷേ ഈ മകള് പിന്നെയും പാപത്തിലേക്ക് വീഴുന്ന കണ്ടപ്പം ഒരുപാട് വേദന തോന്നിയിട്ടുണ്ട്. ഈ മകള് വന്നു പ്രാർത്ഥിക്കാൻ. അപ്പച്ചനും അമ്മയ്ക്കും അറിയാത്ത പല കാര്യങ്ങളും ഈ കുഞ്ഞെന്നോട് പറഞ്ഞു. ഇന്നും മാതാപിതാക്കൾക്ക് അറിയത്തില്ല. അവർ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഇവളിൽ വന്ന ചെറിയ കുറവുകളൊക്കെ അവർ മനസ്സിലാക്കിയിട്ടുള്ളൂ. ഈ കുഞ്ഞ് ഒരു യുവതി എന്ന നിലയിൽ ഏതൊരു എക്സ്റ്റെൻറ്റിലേക്ക് എത്രമാത്രം പാപങ്ങൾ ചെയ്യാവോ അതിൻ്റെ അപ്പുറത്തേൻ്റെ അപ്പുറം അവൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അവൾക്ക് ചെയ്യാൻ ഇനി ഒരു പാപവും ഇല്ല ബാക്കി. അവൾ മുഴുവൻ കൽപ്പനകളും ലംഘിച്ചിട്ടുണ്ട്. അവൾ മുഴുവൻ പാപവും ചെയ്തു കൂട്ടാവുന്നത് മുഴുവനും ചെയ്തിട്ടുണ്ട്. ചെയ്യുന്ന സമയത്ത് മടിയില്ലായിരുന്നു. പാപം ചെയ്യുന്ന സമയത്ത് മടിയില്ലായിരുന്നു. വിശ്വാസം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോയായിരുന്നു. എൻ്റെ മുമ്പിലിരുന്ന് വിങ്ങി പൊട്ടിയിട്ട് ഇവളും പറഞ്ഞു, ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറാണെല്ലാം. ചെയ്ത തെറ്റുകൾക്ക് പരിഹാരം ചെയ്യാൻ തയ്യാറാണ് ഞാൻ. എനിക്കൊരു ജീവിതം വേണം സിസ്റ്ററേ എന്ന് പറഞ്ഞിട്ട് കണ്ണു നിറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അന്ന് രാത്രിയൊന്നും ഉറങ്ങാൻ പറ്റിയിട്ടില്ല എനിക്ക്. ആ ദിവസങ്ങളിലൊക്കെ ഈ മുഖങ്ങളായിരുന്നു മനസ്സിൽ. നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കൾ, സഭയിൽ നിന്ന്, വിശ്വാസത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുന്ന, വിശുദ്ധി മനഃപൂർവ്വം നഷ്ടപ്പെടുത്തി ജീവിക്കുന്ന മക്കളെ ഓർത്ത് സഹോദര സഹോദരി നിന്റെ കണ്ണ് നിറയണം. ഈശോ കരഞ്ഞിട്ടുള്ളത്, ഈശോ നെടുവീർപ്പിട്ടിട്ടുള്ളത് ഈശോയുടെ പ്രശ്നങ്ങളെ ഓർത്തിട്ടല്ല, നമ്മുടെ നെടുവീർപ്പുകൾ കണ്ടിട്ടാണ്, നമ്മുടെ അവസ്ഥകൾ കണ്ടിട്ടാണ്. നമുക്ക് നെടുവീർപ്പിന് കാരണങ്ങൾ പലതാണ്. ഈശോയുടെ നെടുവീർപ്പിന് കാരണങ്ങൾ നമ്മുടെ നെടുവീർപ്പുകളാണ്. നമുക്ക് നെടുവീർപ്പിടണം. നമ്മുടെ കണ്ണുകൾ നിറയണം. കൈകൾ ഉയർത്തണം ദൈവസന്നിധിയിലേക്ക്. സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി. മറ്റുള്ളവരെ ഓർത്ത് നമുക്ക് കരയാൻ ഒരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വന്തം കാര്യങ്ങളെ മാറ്റിവെക്കാം. സ്വന്തം കാര്യത്തെ ഓർത്ത് ഒരിക്കലും സഹോദര സഹോദരി നമുക്ക് കരയണ്ട. അത് ഈശോ തരുന്നൊരു സമ്മാനം പോലെ നമുക്ക് കൂട്ടാം, സ്വീകരിക്കാം. അത് സ്വർഗത്തിൻ്റെ ഒരു സമ്മാനം പോലെ സ്വീകരിക്കാം. കരയാം. നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി കൃപ തരണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി ഒരു നിമിഷം, യേശുവേ, ഇത്ര നാളും എൻ്റെ കൊച്ചു കൊച്ചു നൊമ്പരങ്ങളിൽ മനസ്സുടക്കിയിട്ടുണ്ട്.
എൻ്റെ ഇല്ലായ്മകളെ ഓർത്ത് പരാതി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ദാരിദ്ര്യം അതുമാത്രമായിരുന്നു എൻ്റെ പ്രാർത്ഥനാ വിഷയം. എല്ലാം സ്വീകരിക്കുന്നു ഒരു സമ്മാനം പോലെ. എന്നിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി കരയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈശോയെ. ഒരു കൈകൊണ്ട് എൻ്റെ കണ്ണുനീർ തുടച്ച് മറ്റേ കൈകൊണ്ട് അപരൻ്റെ കണ്ണിലെ കണ്ണുനീര് തുടയ്ക്കാൻ എന്നെ സഹായിക്കണേ ഈശോയെ. എന്നെ ബലപ്പെടുത്തണേ ഈശോയെ. അതിനാവശ്യമായ ശക്തിക്കായി പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.